ഹായ് ഓൾ, നമ്മളിതാ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു കുട്ടി ഔട്ടിങ്ങിന് പോവുക കേട്ടോ. അപ്പോൾ ഈ രാത്രി എവിടെയാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ടൈം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കിവിടെ ദുബായിലെ കരാമയിലേക്കാണ് പോകുന്നത്. അപ്പോൾ കരാമ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി ഞാനപ്പോൾ ഫസ്റ്റ് ടൈം ആട്ടോ പോകുന്നത്. കരാമയിൽ പോയിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ബസ്സിനാണ് പോയത്, എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ബസ് സ്റ്റേഷനിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ബസ് കിട്ടി. പിന്നെ മോൻ ഫസ്റ്റ് ടൈമാണ് ബസ് യാത്ര എൻജോയ് ചെയ്യുന്നത്. അവന് നാട്ടിലുള്ളപ്പോൾ നമുക്ക് അങ്ങനെ കയറ്റാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് അത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇതാ നമ്മളുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരും കൂടി യാത്ര നല്ലപോലെ അടിച്ചു പൊളിച്ചു. നമുക്ക് ഫ്രണ്ടിൽ തന്നെ ഇരിക്കാൻ പറ്റിയത് കൊണ്ട് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മളുടെ കൂടെ ഒരു കുട്ടി ബേബി ഉണ്ടായിരുന്നു. അവള് കുറേ ഫൺ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചു സമയം പോയതറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ സ്റ്റേഷനിൽ ഇറങ്ങി. ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് മെട്രോ സ്റ്റേഷനിലേക്കാണ്. മെട്രോ ഇതാ നാട്ടിലെ പോലെ തന്നെയാണ് കേട്ടോ, വേറെ വ്യത്യാസമൊന്നുമില്ല. അതേ സെയിം ഫോർമാലിറ്റീസും തിരക്കും കാര്യങ്ങളും ഒക്കെ അങ്ങനെ തന്നെയുണ്ട്. പിന്നെ ആകെയുള്ളൊരു വ്യത്യാസം നമുക്ക് ആ ട്രാക്കും കാര്യങ്ങളൊക്കെ ഒന്നും കാണാൻ പറ്റില്ല, ഇവിടെ ഫുള്ളി ക്ലോസ്ഡ് ആണ്. അത് മാത്രമേ കേട്ടോ എനിക്കൊരു വ്യത്യാസമായിട്ട് തോന്നിയത്. അപ്പോൾ ഇതാ നമ്മൾ മെട്രോൻ്റെ ഉള്ളിൽ കയറി ഒരു 10 മിനിറ്റോളം യാത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളിതാ പുറത്തിറങ്ങി കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് അധികം എക്സ്പെൻസും ആവില്ല, പിന്നെ നമുക്ക് സുഖമായിട്ട് പെട്ടെന്ന് ട്രാവൽ ചെയ്ത് എത്തുകയും ചെയ്യാം. നമ്മൾ മെട്രോന്ന് ഇറങ്ങിയിട്ട് ഒരു 10-15 മിനിറ്റ് നടക്കാനുള്ളൊരു ദൂരമുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ലൊക്കേഷനിലെത്തി. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് ഫുഡിൻ്റെ ഒരു മേളം തന്നെയുണ്ട് കേട്ടോ. പലതരം ഫുഡ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. നമ്മുടെ നാട്ടിൽ പള്ളിപ്പെരുന്നാൾ ഉത്സവത്തിനൊക്കെ പോകുന്ന ഒരു വൈബ്, തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങളിതാ നമ്മുടെ പാനിപൂരി, ദേപ്പൂരി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഒന്ന് ട്രൈ ചെയ്തു കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ നാടൻ ഫുഡ്, നമ്മുടെ കപ്പയും കാച്ചിൽ അതൊക്കെ നമ്മൾ കണ്ടു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് വാങ്ങി ട്രൈ ചെയ്തു. പഴംപൊരി, ബീഫ്, പിടിയും കോഴി. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്താ പറയുക, ഒരു പ്ലേറ്റ് നമ്മൾ വാങ്ങിയിട്ട് എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിച്ചു, നമുക്കൊന്ന് ടേസ്റ്റ് അറിയാൻ വേണ്ടി മാത്രം. പിന്നെ ഉപ്പിലിട്ടതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്നും നമ്മൾ കഴിച്ചില്ല, ഇനി വയറിന് വല്ല പണി കിട്ടണ്ടല്ലോ എന്ന് കരുതി. ഫുള്ള് ഫുഡിൻ്റെ പല ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പിന്നെ നമ്മൾ മൊമോസും കാര്യങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിച്ചു കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ഫുഡ് കഴിക്കുന്നത് ഇത്തിരി കുറവാണ്, എനിക്കെന്തോ ടേസ്റ്റ് വൈസ് അത്ര ഓക്കെ അല്ല. എന്നാലും നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ചായതുകൊണ്ട് നമ്മൾ ടേസ്റ്റ് ചെയ്തു. പിന്നെ കുട്ടി ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ എൻഡ് എത്തുമ്പോൾ. അപ്പോൾ അവിടെ നമ്മൾ കുറേ നേരം ഇരുന്നു, കാരണം ഇത്രയും നടന്ന് നമ്മൾ കുറച്ച് ആവശ്യമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ നമ്മൾ അവിടെ ഇരുന്ന് അതൊക്കെ ഒന്ന് കണ്ടു കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ചിക്കൻ്റെ ഒരു ഫ്രൈഡ് ഐറ്റം വാങ്ങി, അതെനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ദുബായ് ചോക്ലേറ്റ് ഉണ്ടല്ലോ, കുനാഫ കൊണ്ടുള്ളത്, അത് നമ്മളൊന്ന് ട്രൈ ചെയ്തു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതിനനുസരിച്ച് നല്ല എമൗണ്ടും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പോരുന്ന വഴിക്കിതാ ഈ ഐസ്ക്രീം പുഡിങ്ങോ എന്താ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ, അത് നമ്മൾ ട്രൈ ചെയ്തു. പിന്നെ പൊട്ടറ്റോ, നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്ന ഭയങ്കര സെറ്റപ്പ് ഒന്നും ഇല്ല കേട്ടോ, നമുക്ക് എന്നാലും പോയി ഒന്ന് എൻജോയ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ, എല്ലാവർക്കും ടാറ്റാ, ബൈ.